പത്തനംതിട്ട ജില്ലയിലെ ആറാട്ടുപുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രതിസന്ധിയിൽ. നിക്ഷേപകർക്ക് 5 കോടിയാണ് ലഭിക്കാനുള്ളത്. അതേസമയം ബാങ്കിന് കിട്ടാനുള്ളത് വെറും 3.5 കോടിയാണ്. തൽപര കക്ഷികൾ എടുത്ത കോടിക്കണക്കിന് രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാതെ കുടിശ്ശിക വന്നതാണ് ബാങ്കിനെ പ്രതിസന്ധിയിൽ ആക്കിയത്. സാമ്പത്തിക തകർച്ചയിലായ ബാങ്കിന് കേരള ബാങ്കിൽ സമാശ്വാസ സഹായം കൊടുത്തെങ്കിലും അത് വേണ്ടപ്പെട്ടവർ ചേർന്ന് കൈക്കലാക്കി എന്നാണ് ആക്ഷേപം. സർക്കാർ നാമനിർദ്ദേശം ചെയ്ത ഇടതു ഭരണസമിതി കൂടി രാജിവെച്ച് തലയൂരിയതോടെ ബാങ്ക് പ്രവർത്തനം അനിശ്ചിതത്വത്തിലാണ്. ആറന്മുള പഞ്ചായത്തിലെ ആറാട്ടുപുഴ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന 787 നമ്പർ ആറാട്ടുപുഴ സർവീസ് സഹകരണ ബാങ്ക് തകർച്ചയിലായിട്ട് വർഷങ്ങളായി. ജീവനക്കാർ ഇടപെട്ട് ഒരുവിധം ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തിവരികയായിരുന്നു. ഇതിനിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇടതു ഭരണസമിതി രാജിവെച്ചു. സമിതിയിലെ പലർക്കും കുടിശ്ശികയായതോടെ അംഗത്വം പോകുമെന്ന സ്ഥിതിയെത്തിയപ്പോഴാണ് രാജിവെച്ചതത്രേ. വർഷങ്ങളായി CPM നേതൃത്വമാണ് ബാങ്ക് ഭരിച്ചുകൊണ്ടിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് അന്നത്തെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചത് ഈ സാഹചര്യത്തിലായിരുന്നു. പിന്നീട് CPM ജില്ലാ നേതൃത്വം ഇടപെട്ട് സർക്കാർ നോമിനികളെ നാമനിർദ്ദേശം ചെയ്താണ് ഭരണസമിതി പുനഃസംഘടിപ്പിച്ചത്. ആ സംവിധാനവും ഇല്ലാതായതോടെ സംസ്ഥാനത്തെ സഹകരണ പ്രതിസന്ധി ലിസ്റ്റിൽ ഒരു സംഘം കൂടി ഇടം പിടിച്ചു. മിസ്മാനേജ്മെന്റും രാഷ്ട്രീയ പക്ഷപാതിത്വവുമാണ് പല സംഘങ്ങളുടെയും പ്രതിസന്ധിയിലാകുന്നത്. CPM നേതൃത്വം നൽകുന്ന ബാങ്കിലെ ആറാട്ടുപുഴ പ്രതിസന്ധി സഹകരണ വകുപ്പിനും തലവേദനയായി.